ഗൈസ്, കയ്യിലിരിക്കുന്ന ഈ ഒരു മുതുക്ക് സാധനം കണ്ടോ? സംഭവം എറണാകുളം വൈപ്പിൻ പാലത്തിൽ നിന്ന് ചൂണ്ടയിടുമ്പോ ചൂണ്ടയിൽ ഉടക്കി കിട്ടിയതാണ്. കണ്ടാൽ ഒരു കല്ല് പോലെ ഇരിക്കുമെങ്കിലും ഓയിസ്റ്റർ എന്ന് പേരുള്ള ഇതിനെ പച്ചക്ക് തിന്നാമെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രോ ഇതിനെ എറിഞ്ഞു പൊട്ടിച്ച് മാംസം എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ പണി കിട്ടിയത് എന്തെന്നാൽ എറിഞ്ഞു പൊട്ടിച്ചപ്പോ മാംസം മൊത്തം മണ്ണായി പോയിട്ടോ. ഇനി ഈ ഒരു ഓയിസ്റ്റർ കഴിക്കുവാണെങ്കിൽ ചിലപ്പോ പാലത്തിന്റെ താഴേക്ക് ഓടേണ്ടി വരും. അങ്ങനെ ഓയിസ്റ്റർ എടുത്ത് ദൂരെ കളഞ്ഞ് നമ്മൾ ഫിഷിംഗിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ലൈനും ബെയ്റ്റ് ആയിട്ട് ഒരു ഫുൾ ചാളയുമാണ്. ചെമ്പല്ലി മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഫിഷിംഗിന് വന്നപ്പോ കുറെ കുരുത്തേടല്ലാതെ മറ്റൊന്നും കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഫിഷിംഗ് വെച്ച് നോക്കുമ്പോ സംഗതിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു തേടിന്റെ സൈസുള്ള ഫുൾ ചാള ഇട്ടിട്ട് പോലും ചടപടയെന്ന് പറഞ്ഞ് അതിൽ തേട് മീനുകൾ തന്നെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുവാണ്. കിട്ടുന്ന മീനുകളെ എല്ലാം നമ്മൾ അതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെള്ളത്തിലേക്കും കളയുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തെ തേടുപിടുത്തത്തിന് ശേഷം നമ്മുടെ അമൽ ബ്രോ ഒരു വെറൈറ്റി അടിച്ച് കയറ്റിയിരിക്കുവാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് വെറൈറ്റി ആണെങ്കിലും ഇത് ഇവിടുത്തെ ഒരു മെയിൻ ശല്യക്കാരനായ മീനാണ് കേട്ടോ. കണ്ടാൽ ഒരു തവളയെ പോലെ തോന്നിക്കുന്ന ഈ ഒരു മീനിനെ അതുകൊണ്ട് തന്നെ തവള മീൻ എന്നുള്ള പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. കടൽ തവള, കടൽ മാക്രി, കൂമൻ എന്നുള്ള പേരിലും ഈ ഒരു മീൻ അറിയപ്പെടാറുണ്ട്. ഒരു ലുക്ക് ഇല്ലാത്ത രൂപമായതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഇവനെ കിട്ടിയാൽ തിരിച്ചെടുത്ത് വെള്ളത്തിലേക്ക് എറിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവന്റെ മാംസത്തിന് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളും പറയാറുണ്ട് കേട്ടോ. എന്തായാലും രാത്രിയിലെങ്കിലും ചെമ്പല്ലിയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന നമ്മൾ പിന്നും കൂരികളെ പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ചൂണ്ടയിടലിന് ഒരു ഊർജ്ജം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ കിട്ടുന്ന മീനുകളെല്ലാം തിരിച്ചെടുത്ത് കളയുന്നതിന് പകരം നമ്മൾ ഇവിടുത്തെ സ്ഥിരം ചൂണ്ടക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എടുത്തു കളഞ്ഞ മീനെല്ലാം ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ നല്ല രണ്ട് കറിക്കുള്ള മീനായനെ. എന്തായാലും ചെമ്പല്ലി കിട്ടിയില്ലേലും വൈപ്പിൻ പാടത്തെ ചൂണ്ടയിടലും ഇവിടുത്തെ ഈ ഒരു വൈബും വേറെ ലെവലാണ് കേട്ടോ.